ആ പിന്നെ കാലത്ത് എന്തൊക്കെ ഉണ്ട് വിശേഷം? നല്ല വിശേഷം. ഒരു അസിസ്റ്റന്റിനെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ആര്? മണിയും പിള്ളയോ? ആ, മണിയും പിള്ളയോ മണി കെട്ടാത്ത പിള്ളയോ. ഇനിയും ഒരു അസിസ്റ്റന്റ് കൂടെ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കൂ. എന്തിന്? അവനെ പല്ല് തേപ്പിക്കാനും കുളിപ്പിക്കാനും. എനിക്കിതിനൊന്നും നേരമില്ലപ്പ. ഒന്നും മറുത്തു പറഞ്ഞുകൂടെന്നാണല്ലോ ഓർഡർ. ആ, അവരോര് തന്നെ അവനെ നോക്കിക്കോണം. ഓ നീ ഒന്ന് വെറുതെ ഇരിക്കണ്ടേ പത്മം, എല്ലാം നേരെയാകും. അവൻ ഇങ്ങോട്ട് വന്ന് കയറിയല്ലേ ഉള്ളൂ. അന്നും ഇങ്ങനെ അല്ല, പിന്നെയും കിടന്നോ? ഇതെന്താ, വല്ല ഹോട്ടലും മറ്റാണോ? ഇങ്ങോട്ട് വാടാ. ആ, പിന്നെ ഇവിടെ ചില്ലറ പണികളൊക്കെ ഉണ്ട്. രാവിലെ പാല് വാങ്ങണം, ഉച്ചയ്ക്ക് എനിക്കുള്ള ആഹാരം കോളേജിൽ കൊണ്ടും തരണം. മനസ്സിലായോ? എങ്കി വാ, കോളേജിൽ പോണ വഴി കാണിച്ചു തരാം. ബൈ മമ്മി, ബൈ. ഫ്രണ്ടിൽ കയറടാ. കേട്ടോ മമ്മി, ഈ മണിയും പിള്ള ഉണ്ടല്ലോ, ആള് മോശക്കാരനൊന്നും അല്ല. ഞാൻ കരുതി ആളൊരു പാവാണെന്ന്. പെൺപിള്ളേരെ കണ്ടാലേ എന്തൊരു തുറിച്ചു നോട്ടമാണെന്നോ. ചുമ്മാ കള്ളം പറയുക, ഞാൻ ആരെയും നോക്കിയില്ല. എടാ, പതുക്കെ സംസാരിക്കും. ഒച്ചൊന്നും പൊക്കണ്ട കേട്ടോ. വെറുതെ ഇരിക്കും ബിന്ദു. അല്ല മമ്മി, അവന്റെ അഹങ്കാരം കണ്ടില്ലേ? ഉള്ള ലക്ഷണമോ? മുഖം കണ്ടാലറിയാം. എടാ, നീ ഇന്ന് കോളേജിൽ വെച്ച് ഒരു പെണ്ണിനോട് സംസാരിച്ചില്ലേ? എനിക്കറിയാൻ മേലാത്തതുകൊണ്ട് ക്ലാസ് മുറി ഏതാന്ന് ചോദിച്ചതാ. എന്നിട്ട് പറഞ്ഞു തന്നപ്പോ ഞാൻ താങ്ക് യു പറഞ്ഞു. താങ്ക് യുവോ? കണ്ടോ മമ്മി, ഇവന്റെ അഹങ്കാരം കണ്ടില്ലേ? അഹങ്കാരമൊന്നുമല്ല, എന്നോട് കമലം പറഞ്ഞിട്ടുണ്ട്, ആരേലും എന്തേലും ഉപകാരം ചെയ്താ താങ്ക് യു പറയണമെന്ന്. കമലമോ? ആരാ അത്? ഗേൾഫ്രണ്ടാ? മമ്മി, കമലം ഗേൾഫ്രണ്ട്. വീട്ടിലേക്കുള്ള പാലുതാ. ആ പാത്രം എങ്ങതാ? പാലെ വെള്ളം ചേർക്കരുത്. വെള്ളത്തിൽ പാല് ചേർത്താലോ? അതിൽ കുഴപ്പമില്ല, പക്ഷെ പാലെ വെള്ളം ചേർക്കരുത്. അപ്പത്തരങ്ങളെല്ലാം കുമ്പാരമായി. ഈ ഏതാ? പാല് വാങ്ങിക്കാൻ വന്നതാ. പ്രൊഫസറുടെ വീട്ടിൽ നിന്നാ? ഞമ്മളോട് പറഞ്ഞായിരുന്നു. മോളെ രശീന, താങ്ക് യു. എന്നുവെച്ചാ അത് ഇംഗ്ലീഷാ. ഏതായാലും മടക്ക യാത്രയ്ക്ക് 3-4 ദിവസം എടുക്കും. അതുവരെ കൈ വെച്ചുകൊണ്ടിരിക്കാതെ പുസ്തകം തിരിച്ചു കൊടുത്തേക്കാം. അതല്ല നല്ലത്. ഇന്ന് തന്നെ റിട്ടേൺ ചെയ്യാം സാർ. അതെ. ആരോഗ്യം സൂക്ഷിക്കണേ. ആരോഗ്യം ആരോഗ്യം ആരോഗ്യം. ഞാൻ എപ്പോ സെമിനാറിന് പുറപ്പെട്ടാലും നിന്റെ ഒരു പതിവാചകമല്ലേ? ആ റഹീം, ഞാൻ ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് എന്റെ ആരോഗ്യം സൂക്ഷിക്കുന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തിയേക്കണം. ആ പിന്നെ വേറൊരു കാര്യം, ആരെന്നെ അന്വേഷിച്ചാലും ടെലിഫോൺ നമ്പർ കൊടുത്തേക്കണം, 38291. ഓക്കെ? എന്താ കടയിലെ തിരക്ക്? ചോദിക്കുമ്പം ആരുടെ കയ്യിലും കാശില്ല. എന്നാ ഏത് കടയിലാ ഒഴിവുള്ളത്? ബിന്ദു എന്തിയടാ? ഇപ്പൊ പോയതേ ഉള്ളൂ. ഏതോ കൂട്ടുകാരിയുടെ വീട്ടിൽ പോയിരിക്കുക. എന്നോട് പറഞ്ഞിട്ടുണ്ട് ആരോടും പറയരുതെന്ന്. ഇത് റഹീമിന് വാങ്ങിയ ഷർട്ടാണ്. എനിക്കിതൊന്നും വേണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോഴല്ലാതെ എപ്പോഴാണ് റഹീം നല്ല ഷർട്ടുകൾ ഇടുക? ഒന്നിടണം.
ആ ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം. ഒന്ന് പെരുപ്പിച്ചേ. നല്ല വാടി. എനിക്ക് ഇതുപോലെയൊക്കെ വരുമോ? പിന്നെ ഓയ്, എവിടെ പോവാ? ഒരിടത്ത്. എന്ന് വെച്ചാ അതെന്തിനാ അറിയണേ? വരുന്ന എവിടാ? അത് പറയൂല. വന്ന ഒരു സൂത്രം കാണിച്ചു തരാം. വരുന്ന ഇവിടെ എന്ത് ശക്തിയാണെന്നോ. മുടങ്ങാതെ 100 ദിവസം ഇവിടെ വന്ന് തിരികെത്തിച്ച നമ്മുടെ മനസ്സിൽ എന്ത് ഉദ്ദേശിക്കുന്നു അത് നടക്കും. സത്യം? ആ, എന്നും വരുമോ? ഇപ്പൊ 80 ദിവസമായി. അയ്യോ, സമയം ഒത്തിരിയായി. വല്യപ്പ കാത്തിരിക്കും. വാ. ഇവിടെ വാടാ. ഈ പെൻസിലും ചെത്തി തന്നെ. എന്താ തീർന്നില്ലേ? എന്തിനാണ് ഇതിങ്ങനെ ചെത്തി ചെറുതാക്കിയത്? ചെറുതാക്കിയതല്ല, ചെറുതായതാ. ചെത്തിയപ്പോ മൊന പോയി. അപ്പൊ പിന്നെയും ചെത്തി. ഇപ്പൊ പിന്നെയും മൊന പോയി. പിന്നെ ചെത്തി ചെത്തി മൊന. നബിയുടെ തിരുമുസല്ലേ ഒരു ദേശമീടി ഞാൻ അല്ല പശുവിനെ കറന്നില്ലല്ലേ? നായരുട്ടി ഒരു കാര്യം ചെയ്യും, അകത്തോട്ട് കയറിയിരിക്കും. ഞാൻ പോയി ഡിമീന്ന് കറന്നേച്ച് വരാം. ഏത് മോളെ റസീന, നായരുട്ടിക്ക് ഒരു ചായ കൊടുക്കി, അകത്തോട്ട് കയറി ഇരിക്കും. പാല് കുടിച്ചില്ലേ? എന്റെ ഈ കാശില്ല. അത് സാരമില്ലപ്പാ, ആദ്യത്തെ ചായ എപ്പോഴും പ്രിയ. കുടിച്ചോളി. അപ്പ നായരുട്ടിക്ക് നമ്മുടെ നാടൊക്കെ പിടിച്ചാ? ഇല്ല. അതെന്താ കാര്യം? എന്റെ നാട്ടിലെ പെണ്ണുങ്ങൾ നല്ലവരാ. ഇവിടത്തെ പെണ്ണുങ്ങൾ ആണുങ്ങളെ ചെവിയെ പിടിച്ച് തിരുമും, നോവിക്കും. ആര് പിടിച്ചെന്ന്? ഇത് ചെവിയാന്ന്. ഇത് ആണുങ്ങളെ ചെവിയാന്ന്. ഈ ചെവിയെ പിടിച്ച് വീട്ടിലെ കുഞ്ഞിന്നലെ നോവിച്ച് ഞെരടി. എന്തിന്? കുറ്റം എന്റേതായിരിക്കും. പക്ഷെ ആണുങ്ങളുടെ ചെവിയെ പിടിച്ച് ഞെരടാവോ? വേഗം വാ ഒരാളെ. വരണപ്പാ.